നമസ്കാരം, ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഞ്ഞിക്കുഴി മേൽപ്പാലത്തിന് സമീപമാണ്. ഇവിടെ റോഡിൽ വലിയ ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന ഒരു കുഴിയാണിത്. കെ റോഡിലാണ് ഈ ഒരു കുഴി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. കോട്ടയം കളക്ടറേറ്റിൽ നിന്നും മീറ്ററുകൾ മാത്രം മാറിയുള്ള ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയൊരു ഗർത്തം, വലിയ ആഴമുള്ള ഗർത്തമാണെന്ന് തന്നെ പറയാം. മുന്നിൽ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ, ഇരുചക്ര വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഈ റോഡിലെ വലിയ കുഴി കാണാനാവാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. കെ റോഡിൽ കഞ്ഞിക്കുഴി ജംഗ്ഷനിലേക്ക് കടക്കുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷന് സമീപത്തുള്ള മേൽപ്പാലത്തിന് തൊട്ടു മുൻപായാണ് ഇത്തരത്തിൽ ഒരു കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. തൊട്ട് സമീപത്ത് പ്രവർത്തിക്കുന്ന ചാകര മീൻകടയിലെ ജീവനക്കാരൻ കൂടിയായ സുരേഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. അദ്ദേഹം എന്താണ് ഈ ഒരു കുഴി എങ്ങനെ എത്ര നാളായി കുഴിയുടെ 20 ദിവസമായിട്ട് കുഴിക്കുന്ന നിലവിൽ നിൽക്കുകയാണ്. ഞങ്ങള് വാഴ വരെ നട്ടു വെച്ചതാണ്. അതെല്ലാം വരുന്ന രാത്രി കൂടെ വെട്ടമില്ലല്ലോ, അതുകൊണ്ട് വരുന്ന വണ്ടി അല്ലാതെ തിരിച്ച് ആ കുഴിക്കകത്ത് തീർച്ച വീഴുവാണ്. 2 സ്ത്രീകൾ ഈ കുഴിക്കകത്ത് ബൈക്കായിട്ട് ആ സ്കൂട്ടർ കണ്ടൊന്ന് വീണു. അങ്ങനെ പലരും വണ്ടിയെല്ലാം മഴ പെയ്ത് വെള്ളം കഴിഞ്ഞപ്പോൾ ആ കുഴി കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് അതിന് പടക്കമെന്നും പറഞ്ഞ് അടിച്ച് കെട്ടി വീണ്. ഇല്ല, അറിയത്തില്ല. കുഴി ഇവിടെ വീട് കഴിയുമ്പോൾ കുഴിയാന്ന് മനസ്സിലാകുന്നു. എന്റെ പിന്നിൽ കാണുന്ന ഈ കുഴിയിൽ ഇതിനോടകം തന്നെ 4ഓളം സ്കൂട്ടർ യാത്രക്കാരടക്കം വീണ് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ ഒരാഴ്ചയോളമായി ഈ കുഴി ഇങ്ങനെ വാ പിളർന്നു നിൽക്കുകയാണ്. ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉദ്യോഗസ്ഥരും അടക്കം ദിനം പ്രതി കടന്നു പോകുന്ന ഒരു റോഡിലാണ് ഇത്തരത്തിൽ വലിയൊരു കുഴി യാത്രക്കാരുടെ ജീവൻ എടുക്കാൻ പര്യാപ്തമായ രീതിയിൽ നിൽക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഇനിയും നിസ്സംഗത തുടരുകയാണെങ്കിൽ ഇവിടെ വലിയൊരു അപകടം തന്നെയാകും കാത്തിരിക്കുന്നത്. കോട്ടയം കഞ്ഞിക്കുഴി മേൽപ്പാലത്തിൽ നിന്നും ടീം ജാഗ്രത.